ഒരു ആയുർവേദ ഡോക്ടർ കൺസൾട്ടേഷൻ സമയത്ത് നിങ്ങളുടെ രോഗ തീവ്രത, ദേഹപ്രകൃതി, നിങ്ങളുടെ ജീവിത രീതി, നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ, നിങ്ങളുടെ ഭക്ഷണ രീതി, ഏതേത് സ്ഥാനത്തെ ആശ്രയിച്ച് രോഗാവസ്ഥകൾ സംജാതമാകുന്നു, ഏത് സമയത്ത് രോഗ തീവ്രത കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു, രാവിലെയാണോ രാത്രിയിലാണോ രോഗ തീവ്രത കൂടുന്നത്, ഇത്തരം ഒട്ടനവധി സംഗതികൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതായ ഭക്ഷണ രീതികളും ജീവിത രീതികളും നിശ്ചയിച്ചിട്ടുണ്ടാവും. ഒപ്പം തന്നെ ഉള്ളിലേക്ക് കഴിക്കുന്നതിന് വേണ്ടതായ ഔഷധങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിന്റെ കൂടെ പുറമെ തേച്ച് തലോടുന്നതിനായിട്ടുള്ള തൈലങ്ങൾ ശിരസിലേക്കും ദേഹത്തേക്കും നിശ്ചയിച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോ 2-3 തൈലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. നിർദ്ദേശിച്ചിട്ടുള്ള നിശ്ചിത അനുപാതത്തില് ആ തൈലങ്ങൾ കൂട്ടിച്ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂട് പിടിപ്പിച്ച് സഹിക്കാവുന്ന ചൂടോടുകൂടെ ദേഹത്തേക്കുള്ള തൈലം കഴുത്തിന് കീഴെ മേലൊട്ടാകെ താഴോട്ട് തലോടണം. ഒത്തിരി അമർത്തി തലോടണം എന്നില്ല, പതുക്കെ ജെന്റ്ലി അപ്ലൈ ചെയ്യുക. തലോടിക്കൊണ്ട് ഒരു അരമണിക്കൂറെങ്കിലും സമയം ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ രോഗികളോട് പറയാറുള്ളത്, ടോയ്ലറ്റിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് സ്റ്റൂൾ ഇട്ടിട്ട് ഈ ചൂടാക്കിയ തൈലം കഴുത്തിന് കീഴെ തേച്ച് തലോടി ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കുക. അതിനുശേഷം ഇളം ചൂടുവെള്ളം കൊണ്ട് കുളിക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ഇപ്പൊ നല്ല ചൂടുകാലത്ത് തണുപ്പ് വിട്ട ഭാഗത്തിലുള്ള വെള്ളം മതി. മഴക്കാലമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൈലങ്ങളും ചൂടാക്കണം, കുളിക്കാനുള്ള വെള്ളവും ചൂട് വേണം. ഈ കുളിക്കുന്ന വെള്ളം നിങ്ങളുടെ രോഗതീവ്രതയ്ക്ക് അനുസരിച്ച് കരിനൊച്ചിയിടയിലെയോ പുളിയിലെയോ കുറുന്തോട്ടിയോ ആവണക്കലയോ കടുക്കത്തോടോ നെല്ലിക്കത്തോടോ താനിക്കത്തോടോ ഇരട്ടിമധുരോ പഴുത്ത പ്ലാവിലോ പേരയിടയിലോ ഇതിലേതാണ് നിങ്ങൾക്ക് അനുയോജ്യം എന്നുള്ളത് ഒരു ആയുർവേദ ഡോക്ടർ കൺസൾട്ടേഷൻ സമയത്ത് പറയുന്നതായിരിക്കും. അത്തരം ഇലകൾ കിട്ടുമെങ്കിൽ അത് ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിക്കുന്നതല്ലാണ്. ത്വക്ക് രോഗങ്ങളൊക്കെ ആകുമ്പോൾ പച്ചമഞ്ഞളും ആര്യവേപ്പിലൊക്കെയാണ് പൊതുവെ നിർദ്ദേശിക്കാറുള്ളത്. തൈലങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ബൃഹത് പിണ്ഡ തൈലം, കൊട്ടൻ ചുക്കാതി തൈലം, രസതൈലം, സഹജരാതി തൈലം, ധന്വന്തരം തൈലം, മാഷസൈന്ധവ തൈലം, രസതൈലം, ഇങ്ങനെ ഒട്ടനവധി തൈലങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് വേണ്ട തൈലങ്ങൾ കൺസൾട്ടേഷൻ സമയത്ത് നിശ്ചയിച്ചിട്ടുണ്ടാവും. ഈ തൈലങ്ങളാണ് ദേഹത്ത് നമ്മുടെ 107-108ഓളം മർമ്മസ്ഥാനങ്ങൾ കവർ ചെയ്യണം. തേച്ച് തലോടിയിരിക്കുമ്പോൾ ഈ മർമ്മസ്ഥാനങ്ങളിലൂടെ ഈ തൈലം ആഗിരണം ചെയ്യുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗാവസ്ഥയും രോഗ തീവ്രതയെയും ആ ദോഷസ്ഥിതിയെയും ബാലൻസ് ചെയ്യുന്നതിന് സഹായകരമാകുന്നു. ഈ തൈലപ്രയോഗത്തിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം ഒന്നുകിൽ വെയിൽ ചൂടാകുന്നതിന് മുമ്പുള്ള രാവിലത്തെ സമയം, അതല്ലെങ്കിൽ വൈകിട്ട് വെയിലാറിയിട്ട് ഇരുട്ട് വീഴുന്നതിന് മുമ്പത്തെ സമയം. നട്ടുച്ചയ്ക്കും നട്ടപ്പാതിരിക്കൊന്നും ഈ തൈലം തേച്ചുള്ള കുളി ശിരസിലായാലും ദേഹത്തായാലും അത്ര അനുയോജ്യമല്ല എന്നർത്ഥം. നീർക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗാവസ്ഥയാണെങ്കിൽ പ്രത്യേകിച്ച് ശിരസിലേക്ക് എണ്ണ വെക്കുന്നത് 4 ദിവസത്തിലൊരിക്കലോ 1-2 ദിവസങ്ങളിലോ ആഴ്ചയിലൊരിക്കലോ ഒക്കെ ആയിട്ട് കുറയ്ക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നീർക്കെട്ടുമായി ബന്ധപ്പെട്ട് രോഗാവസ്ഥകളൊന്നുമില്ല, അതല്ലെങ്കിൽ നീർക്കെട്ട് കൂടിയിട്ടല്ല നിങ്ങളുടെ രോഗാവസ്ഥ, അതല്ലെങ്കിൽ നിങ്ങളുടെ രോഗാവസ്ഥ ശിരസിനെ ആശ്രയിച്ചല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യേന തലയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള എണ്ണ തേച്ച് കുളിക്കുന്നതിൽ വിരോധമില്ല. തീർച്ചയായിട്ടും അത് നല്ലതാണ്. തൈലപ്രയോഗങ്ങൾക്ക് ആചാര്യന്മാർ ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിട്ടുള്ള ശിരശ്രവണപാദേഷു വിശേഷേണ തംശീലയത്, അതായത് ശിരസിലും ശ്രവണം എന്ന് പറഞ്ഞ ചെവി, പിന്നെ പാദങ്ങളുടെ അടിയിൽ ഉള്ളംകാലിലും പാദത്തിലും നന്നായിട്ട് നിത്യേന എണ്ണ തേച്ചിരിക്കണം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവാണെങ്കിൽ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇവിടെ കൊടുത്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും, കയറി കാണാവുന്നതാണ്. ഞാൻ ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.